എടാ ഉണ്ണി എടാ കണ്ണ ഇങ്ങോട്ട് നോക്കിയ മണി കണ്ണോ ഇങ്ങോട്ട് നോക്കി. അറിയപ്പെടുന്ന പൊടിയല്ല കറിവേൽ പൊടിയൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. കറിവേലിന്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് 2 പേരിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. അത് ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അതിന്റെ ബ്രീഡ് ചെയ്തതിന്റെ പേരൻസുകളാണ് നിൽക്കുന്നതെല്ലാം. അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് തന്നെ 3 പേരിനെ നമ്മൾ കൊടുത്തു. 3 ജോഡി അതെ 3 കൊടുത്ത് 1 സിംഗിളുണ്ട്. പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളായി കാണുന്നത്. എന്നാൽ ഇപ്പൊ ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ ആടെന്ന് അവകാശപ്പെടാനായിട്ടുള്ള ആടുകളെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. വിശ്വസിച്ചാലും ഇല്ലേ. ഒന്നിത് ഇതാ ഇത് പക്കിയോളെ പക്കേ പക്കേ തന്നെയാവും 5 പ്രാവശ്യം പെറ്റി. അതും ചെറുത് അത് എല്ലാം ചനയാ. 2 പ്രാവശ്യം പെറ്റ് ആടുകളാ. ചെറിയ ആടുകൾ 2 പ്രാവശ്യം പെറ്റ് കുഞ്ഞുകൾ 3ാമത്തെ ചനയായിട്ട് ഇരിക്കുക. അത് ആദ്യത്തെ ചനയായിട്ട് ഇരിക്കാതെ അത് 2 മാസം ചനയായത് 2 3 ചാക്ക് കാലിച്ചിട്ട് തന്നിട്ട് അവസാനം പൈസ വേണം ക്ഷീരവികസന വകുപ്പിൽ നിന്ന് പറഞ്ഞത്. 3 ചാക്ക് കാലിച്ചിട്ട് കൊടുത്തു വിടുന്നുണ്ട് സൊസൈറ്റി മുഖാന്തരം. അവസാനം അവർ പറഞ്ഞെന്താ കൂടെയൊക്കെ മാറിയില്ലേ ആ പൈസ ഇന്നലെ കേട്ടാ. അതിന് പറഞ്ഞത് എന്റെ ഭാഷയെ പറഞ്ഞ് തണ്ടയിലായിരുന്നു. പഴക്കത്തെ എല്ലാം വിളി വെക്കും കേട്ടാ. പഴക്കത്തെ അരമനത് ഒരു ഫിലിം സ്റ്റുഡിയോ മല്ല കണ്ട കുച്ചു. കണ്ട പേടിക്കണ്ട മുത്ത്. ഇങ്ങോട്ട് പോയി. ഇത് കനേഡിയൻ സിൽക്ക്. ഇതിന്റെ പ്രത്യേകത സാധാ കനേഡിയൻ തന്നെ അതിന്റെ രോമമുള്ളത്. പട്ടിക കൊമ്പ് തന്നെ പേടിക്കണമെന്ന് ചോദിച്ചല്ലോ. സാധിക്ക കുശനാപ്പി മനെ മന്നെ തിരിഞ്ഞല്ലേ ഒന്ന് ചേർത്ത് കാണണ്ട. ആ ഗ്ലാമർ ഒന്നും അടിച്ചിടാ. ഷാപ്പി കണ്ട ഓസ് ചെയ്തോളൂ. ഇവൻ അവന്റെ മകനാ. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം 3 കളറുണ്ട് ഇവിടെ. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കന്നിക്കൊച്ച ഇങ്ങൊന്ന് വേണേ. കന്നിക്കൊച്ച ബാ. ഓ പേടിക്കണ്ട ബാ മുത്തിങ്ങ വന്നേ. അതെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് ഫുൾ വൈറ്റ്. മുട്ടന്മാരെ നമ്മൾ വളർത്തുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻബ്രീഡ് വരാതിരിക്കാൻ. ആങ്ങളും പെങ്ങളുമായിട്ട് മേറ്റ് ചെയ്ത് അന്ന് അങ്ങനെ ഒരു വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാട്ടിൽ സിംഹവും കടുവയൊക്കെ ആങ്ങളും പെങ്ങളെയൊക്കെ നോക്കണ്ടേ മേറ്റ് ചെയ്യുന്നു. ആരും ആദ്യം കിട്ടുന്ന അവന്മാരെ വെച്ച് ക്രോസ് ചെയ്യും അല്ലേ. നമ്മൾ മനുഷ്യന്റെ ഒക്കെ വിവരം വെച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു ഭേദഗതി വന്നത്. അതിന്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഒരാടിനെ ഒരു ഫീമെയിൽ ആരും ഇത്രയും ഫീമെയിലിനെ വളർത്തത്തില്ല. 9-10 മെയിലുണ്ട്. നാസ്തിക്കൽ ഇവിടുന്നൊക്കെ ആൾക്കാർ വന്ന് എന്തൊക്കെ നാടുകൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എത്ര ആളുണ്ടായിരുന്നു തുടക്കത്തിൽ നമ്മൾ 4 പേരിന് വന്ന് ഒരു 2-2.5 വർഷത്തോളം ഞങ്ങൾ കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്യുകയായിരുന്നു. ഇനി ബ്രീഡിങ് കളക്ഷൻ കൂട്ടാൻ വേണ്ടി. ആദ്യം എന്തൊക്കെ ജമുനാപ്പാരി ആടുകളായിരുന്നു. 120 കിലോ ഉള്ള ഉപയോഗിച്ചുള്ള മുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ബമ്പർ നാശമായിട്ട് കൊടുത്ത ഒരു ജമുനാപ്പാരി മുട്ട അന്ന് നമ്മൾ കുഞ്ഞിനെ കൊടുക്കുന്ന 8 രൂപ 10 രൂപയ്ക്ക്. എന്നാൽ ഈ കനേഡിയൻ്റെ കുഞ്ഞ് അന്ന് ഞാൻ കൊടുത്തു 25,000 രൂപയ്ക്ക്. ആ ഒരു ജമുനാപ്പാരി ചെലവിൽ ഇത് 10 എണ്ണത്തെ വളർത്താം. ഏരിയയും കുറച്ച് മതി. ചെറിയ കൊരിന്തിപ്പല്ല മതി.